തലയാട് റോഡ് 26-ാം മൈലിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. മണ്ണ് റോഡിലേക്ക് ഇടിഞ്ഞു വീണു. പ്രദേശത്ത് നല്ല മഴ ഇപ്പോഴും ഉണ്ട്. അതുവഴിയുള്ള ഗതാഗതം നിരോധിച്ചിട്ടുണ്ട്. പാലാഴിയിൽ വീടുകളിൽ വെള്ളം കയറി. കാപ്പാട് വെള്ളക്കെട്ടിൽ വീണ് ചികിത്സയിലായിരുന്ന 2 വയസ്സുകാരൻ മരണപ്പെടുകയും ചെയ്തു. കണ്ണങ്കടവ് സ്വദേശിയായ മാഫിൻ ഇറാഷാണ് മരിച്ചത്. ഇന്നലെ രാവിലെ വീട്ടുമുറ്റത്തെ കുഴിയിൽ വീണാണ് ഈ അപകടം സംഭവിച്ചത്. സരീഷ് പി കെ വിവരങ്ങളുമായി ചേരുന്നു. സരീഷെ, ആശങ്ക തന്നെയാണ്. പ്രത്യേകിച്ച് ഇപ്പം അവിടെ ഇപ്പോഴും മഴ തുടരുന്നുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഇപ്പൊ സരീഷിനെ ഫ്രെയിം കാണുമ്പോൾ സരീഷെ കുട പിടിച്ച് നിൽക്കുന്നുണ്ട്. അപ്പം ഒപ്പമാണ് മണ്ണിടിച്ചിൽ പോലുള്ള കാര്യങ്ങൾ വീണ്ടും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതും ആശങ്കപ്പെടുത്തുന്നത്. ഇപ്പോഴും കോഴിക്കോട് ജില്ലയുടെ വ്യാപകമായി പല മേഖലകളിലും ഇത്തരത്തിൽ മഴ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്നലെ രാത്രി ആരംഭിച്ച മഴ ഇപ്പോഴും തുടരുന്നു. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലാഴി മേഖലയിലാണ്. ഈ പാലാഴിയിൽ വലിയ രീതിയിൽ വെള്ളക്കെട്ട് പല ഭാഗങ്ങളിലും ഉണ്ടായി കഴിഞ്ഞു. പല വീടുകളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ആ വീടുകളിൽ നിന്നും ആളുകൾ പുറത്തേക്ക് ഇറങ്ങാൻ സാധിക്കാത്ത ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുകയും ചെയ്യുന്നുണ്ട്. നേരത്തെ തന്നെ ഈ മേഖലയിൽ പ്രത്യേകിച്ച് ദേശീയപാതയൊക്കെ വന്നതിന് ശേഷം ഈ മേഖലയിലൊക്കെ കൂടുതൽ വെള്ളം കയറുന്ന ഒരു സാഹചര്യം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. നേരത്തെ തന്നെ ആരോപണം പല ആളുകളും അത് പറഞ്ഞിട്ടുള്ളതുമാണ്. കാരണം വീട്ടിന് പുറത്തേക്ക് ഇറങ്ങാനാവുന്നില്ല എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ ആളുകൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്. സമാനമായൊരു സാഹചര്യം ഇപ്പോൾ ഇതാ വെള്ളക്കെട്ട് ഉൾപ്പെടെ നമുക്ക് കാണാം. അതോടൊപ്പം തന്നെ വീടുകളിൽ നിന്ന് ആളുകൾ പുറത്തേക്ക് ഇറങ്ങാൻ പോലും സാധിക്കാത്ത അവസ്ഥയിലേക്ക് സാഹചര്യങ്ങൾ മാറുന്നുണ്ട്. നിലവിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ പാലാഴി ഭാഗത്താണ്. ആ പാലാഴി ഭാഗത്ത് തന്നെ ഏറ്റവും ഈ പാലാഴിയിലേക്ക് പോകുന്ന ആ ഭാഗത്ത് തന്നെ തൊട്ട് സമീപത്ത് ചില വീടുകളുണ്ട്. ആ വീടുകളിലേക്കുള്ള വഴികളെല്ലാം തന്നെ മൂടിക്കിടക്കുകയും വീട്ടിൽ വെള്ളം കയറുകയും ചെയ്യുന്നൊരു സാഹചര്യമാണ് ഉള്ളത്. നിലവിൽ വീട്ടിൽ അല്ലെങ്കിൽ ഈ പരിസരവാസികളൊക്കെ ഇവിടെ തന്നെ ഉണ്ട്. അവരൊക്കെ ഒരുപക്ഷെ ചേട്ടൻ്റെ വീട് എവിടെയാണോ? ലേഡി മെമ്പറാ. ചേട്ടൻ്റെ വീട് എവിടെയാണോ? വീട് ഇവിടെയാണ്. എവിടെയാണ്? വെള്ളം കയറിയോ? വെള്ളം മൊത്തം വെള്ളത്തിലാണ് ഇവിടെ. ഒന്നാമത്തെ എന്താണ്, ഇനിയിപ്പം ബസ് കടകള് ആള് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ബസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കടകളിലേക്ക് വെള്ളം ഓളം തള്ളും. അപ്പൊ എന്തെങ്കിലും കാരണം ഇവിടെയൊക്കെ കണ്ടില്ല, മൊത്തം വീടുകളിലൊക്കെ വെള്ളം. വീട്ടിലേക്കൊക്കെ വെള്ളം കയറിയ അവസ്ഥയാണോ? വീടിനകത്തേക്കൊക്കെ? അവിടെ 2-3 വീട്ടിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. വീടിനകത്തേക്ക് കയറിയോ? അകത്തേക്ക് കയറിയിട്ടുണ്ട്. പിന്നെ ഒന്നാമത് എന്ന് പറഞ്ഞാൽ ഈ കടകളാണ് വലിയൊരു വിഷയം അവിടെ വരുന്നത്. ഇനിയിപ്പം ബസ് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കടകളിലേക്ക് വെള്ളം കയറും. അപ്പൊ അതൊന്ന് എന്തെങ്കിലും ഒന്ന് ചെയ്യേണ്ടി വരും. പിന്നെ എന്താ പറയാ, ഇപ്പൊ സാധാരണ ഈ മേഖലകളിലൊക്കെ എവിടേക്കാണ് വെള്ളം കയറിയിരിക്കുന്നത്? കടല്ലേ ഫാൻസിൽ മൊത്തം വെള്ളം കയറിങ്ങാട്ടുണ്ട്. ഓരോ സാധനമൊക്കെ ഉണ്ട് വെള്ളത്തിൽ ഇങ്ങനെ നീന്തി കളിക്കുന്നത്. ഈ വീടുകളിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. വീട്ടില് ഇവിടെ ഇവിടുന്ന് ഈ കയറുന്ന വീടില്ലേ, 3-4 വീടുണ്ട്. ആ വീടിന്റെ ഉള്ളിലൊക്കെ ഫുള്ള് വെള്ളം. പിന്നെ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങോട്ടുണ്ട്. ആ വീട്ടില് എന്താ പറയാ, അരക്കട്ടം വെള്ളം. അവിടെയുള്ള ആളുകൾ മാറ്റിയോ? അവിടെ ഒരിപ്പം മുകളിലേക്ക് നിൽക്കുന്നുണ്ട്. താഴത്തെ ഫ്ലോർ ഒഴിവാക്കിയിട്ട് മുകളിൽ നിൽക്കുന്നപ്പോൾ അല്ലാണ്ട് താഴത്തേക്ക് ഇറങ്ങാനില്ല. ഫുള്ള് വെള്ളം കയറി, മുഴുവൻ നശിച്ചു. അരക്കട്ടം വെള്ളം. അവിടെ അങ്ങോട്ട് രക്ഷാപ്രവർത്തകർ പോയിരുന്നോ? എന്താ അവർ പറയുന്നത്? ഇപ്പൊ ഇതുവരെ വന്നിട്ടൊന്നുമില്ല. ഇതിപ്പോ പെട്ടെന്ന് ഇന്നലെ രാത്രി ഇന്നലത്തെ വൈകുന്നേരം വരെ ഇങ്ങനെ അന്തരീക്ഷം ഇല്ലേനി. ഇപ്പം രാത്രി ഇന്നിപ്പോ രാവിലെ നോക്കുമ്പോൾ അങ്ങനെ വെള്ളത്തിൻ്റെ ഇത് കാണുന്നത്. അപ്പൊ അത് പെട്ടെന്ന് ഒന്നില്ലേ ഡാം തുറന്നത് എന്തെങ്കിലും ആയിരിക്കും. അവരോട് സംസാരിക്കാൻ പറ്റുമോ? ഈ മുകളിലേക്ക് മാറിയവരോട് സംസാരിക്കാൻ പറ്റുമോ? ആരൊരു ഉണ്ടേനി, പിന്നെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങോട്ട് വന്നിരുന്നു. നിങ്ങളെ മീഡിയ മിഷൻ്റെ ഇതിൻ്റെ നോക്കാൻ വേണ്ടി വന്നിരുന്നു. അപ്പം എന്തായാലും നിലവിൽ പല വീടുകളിലും വെള്ളം കയറുന്ന ഒരു സാഹചര്യമുണ്ട്. ആ വീടുകളിലുള്ള ആളുകൾ, അതായത് താഴെ നിലയിൽ വെള്ളം കയറിയ ആളുകൾ മുകളിലേക്ക് താമസം മാറിയിട്ടുണ്ട്. കാരണം ഇന്നലെ വൈകിട്ടൊന്നും തന്നെ ഇത്തരത്തിലൊരു സാഹചര്യം ഇല്ലായിരുന്നു എന്നുള്ളതാണ് അവർ പറയുന്നത്. ആ ആളുകൾ എല്ലാം തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ഭാഗത്തേക്കും മാറുകയും അവിടെ നിന്നും വീടുകളുടെ ടെറസുകളിലേക്ക് താമസം മാറ്റുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും നിലവിലെ ഒരു ആശങ്ക എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഈ വ്യാപാര സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ വെള്ളം കയറുന്ന ഒരു സാഹചര്യം നിലവിലുണ്ട്. ആ വെള്ളം കയറിയത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇനി അടുത്ത മണിക്കൂറുകളിൽ വീണ്ടും ഏതെങ്കിലും രീതിയിൽ ഡാമുകൾ ഉൾപ്പെടെ തുറക്കുകയാണെങ്കിൽ അതൊരു വലിയ പ്രതിസന്ധിയായി മാറും. ഇപ്പോൾ നമ്മളോടൊപ്പം ഇവിടെയുള്ള ഒരു ജനപ്രതിനിധി കൂടി ചേരുകയാണ്. നിലവിൽ എത്ര വീട്ടിൽ വെള്ളം കയറിയിട്ടുണ്ട്? ഒരു പ്രതിസന്ധി എങ്ങനെയാണെന്നുള്ളത്? ഇന്നലെ ഞാൻ 4-5 വീടുകളിൽ ഈ പ്രദേശത്തുണ്ട്. ഈ ഭാഗത്ത്
2-3 വീടുകളിൽ സ്ഥിരമായിട്ട് കയറുന്നതായിരുന്നു. പക്ഷെ അവർ പിന്നെ വീട് ഉയർത്തിയും കൊണ്ട് അവർക്ക് ഈ പ്രാവശ്യം വെള്ളം കയറിയിട്ടില്ല. പിന്നെ ഇന്നലെ 3-4 വീടുകളിൽ, ഇനി ഇവിടുന്ന് അങ്ങോട്ടുള്ളത് അറിയില്ല, എൻ്റെ വാർഡ് എൻ്റെ ഏരിയ ആണ് ഞാൻ പറഞ്ഞത്. പല വീടുകളിലും ഇന്ന് രാവിലെ വെള്ളം കയറിയിട്ട് അവർ ടെറസിൽ മുകളിൽ നിൽക്കുകയാണ്, അങ്ങോട്ടേക്ക് ആരും വന്നിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനിത് ഇന്നലെ എൻ്റെ വാർഡ് 2ആണിത്. ഈ വാർഡ് 2ൽ ഞാൻ ഇവിടെ എല്ലായിടത്തും കയറി നോക്കിയതാണ്. പക്ഷെ അത് തൊട്ടടുത്ത വാർഡുകളിലാണത്. അവിടെ ഈ പാലാഴി എന്ന് പറഞ്ഞാൽ അറിയാലോ, ഒരു മഴ പെയ്തിട്ടുണ്ടെങ്കിൽ അത്രയും ഈ മെഡിക്കൽ കോളേജ് ഭാഗത്തുനിന്ന് വരുന്നതാണ് വെള്ളം. അത് മൊത്തം വന്ന് നമ്മൾ ഇവിടുന്ന് അങ്ങോട്ട് പോകാനുള്ള ഇതില്ല. ഈ ബൈപ്പാസ് വന്നതോടുകൂടി ഇവിടുത്തെ ഡ്രെയിനേജ് ഇവർ ഈ കോൺക്രീറ്റ് ചെയ്തത് ഉയർത്തിയിട്ടാണ്. അപ്പോൾ വെള്ളം പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിപ്പോൾ ഇന്നലെ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ചപ്പോൾ ഞാനത് അവരോട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ ഉണ്ട്, അപ്പോൾ നോക്കാം, നമുക്കത് മുന്നോട്ട് എന്തെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് പ്രസിഡന്റ്. അത് ഈ ആളുകളെ ഉടനെ തന്നെ മാറ്റും പ്രശ്നങ്ങളുള്ള മേഖലകളിൽ നിന്ന് അല്ലേ? പ്രശ്നങ്ങളുള്ള മേഖലയിൽ നിന്ന് ഇപ്പോൾ പിന്നെ ഒരുപാട് പിന്നെ സ്കൂളുകളിലൊക്കെ ക്യാമ്പൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അവിടേക്കൊക്കെ മാറ്റാനുള്ളത് നോക്കുന്നുണ്ട്. എന്തായാലും പഞ്ചായത്തിൻ്റെ എല്ലാ ഇതിനും അവർ കൂടെ നിൽക്കുന്നുണ്ട്. ഏതായാലും നിലവിലൊരു സാഹചര്യത്തിൽ ഈ പെട്ടെന്നാണ് ഈ വെള്ളം ഒക്കെ ഉണ്ടാവുന്നത്. ഈ